നമസ്കാരം. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും തിരക്കഥയുടെ രീതിശാസ്ത്രത്തിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സസ്നേഹം സാദരം സ്വാഗതം. ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് മാത്രമാണ് ബ്ലസ്സിയുടെ ആടുജീവിതം എന്ന സിനിമ കേരളത്തിലെ തിയേറ്ററുകളിലെത്തിയത്. ഒരു സിനിമാ ക്രൂവും ഇത്രയധികം ബുദ്ധിമുട്ട് സഹിച്ച് ഒരു സിനിമ ഷൂട്ട് ചെയ്തിട്ടുണ്ടാവില്ല കേരളത്തിൻ്റെ സിനിമാ ചരിത്രത്തിൽ. പൃഥ്വിരാജ് എന്ന നടൻ, ബ്ലസ്സി എന്ന സംവിധായകൻ, ബെന്യാമൻ എന്ന എഴുത്തുകാരൻ എന്നിങ്ങനെ ആടുജീവിതത്തിൻ്റെ ക്രൂവുമായി സഹകരിച്ചിട്ടുള്ള ഓരോരുത്തരും അനുഭവിച്ചിട്ടുള്ള സഹനങ്ങൾ വിവരണാതീതമാണ്. മരുഭൂമിയിൽ എത്രയോ ദിവസം ഇവർ ക്വാറന്റൈനിൽ കഴിഞ്ഞു. കോവിഡ് ഏറ്റവും കൂടുതൽ ഉപദ്രവിച്ച ഒരു സിനിമ ക്രൂവാണ് ആടുജീവിതത്തിൻ്റേത്. 2017 ഈ ചിത്രം ബ്ലസ്സി അനൗൺസ് ചെയ്യുന്നത്. 2009 ബെന്യാമൻ ആടുജീവിതം എന്ന നോവൽ എഴുതിയത്. ആടുജീവിതം എന്ന നോവൽ നജീബ് എന്ന ചെറുപ്പക്കാരൻ്റെ ജീവിതകഥയാണെന്ന് എല്ലാവരും പറഞ്ഞു വയ്ക്കുന്നു. എന്നാൽ അത് മാത്രമാണോ സത്യം? അല്ല. 2005 ബെന്യാമൻ എന്ന എഴുത്തുകാരൻ്റെ മനസ്സിൽ മുളപൊട്ടിയ ഒരു ആശയമായിരുന്നു ആടുജീവിതത്തിൻ്റേത്. ഇതാ ബ്ലസ്സിയുടെ ആടുജീവിതം പുറത്തിറങ്ങിയിരിക്കുന്നു. മലയാളികൾ കാത്തിരുന്ന ചിത്രത്തിൻ്റെ കഥയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ബ്ലസ്സിയും ബെന്യാമനും തമ്മിൽ ചില സമാനതകളുണ്ട്. രണ്ടുപേരും സമൂഹത്തോട് നിരന്തരം സംവദിച്ചു കൊണ്ടിരിക്കുന്ന സാമൂഹിക പ്രതിബദ്ധതയുള്ള കലാകാരന്മാരാണ്. ഒരാൾ നോവലിലൂടെയും മറ്റൊരാൾ സിനിമയിലൂടെയും സമൂഹത്തോട് എന്നും സംസാരിച്ചു കൊണ്ടേയിരിക്കുന്നു. 2004 ബ്ലസ്സി കാഴ്ച എന്ന സിനിമ മലയാളത്തിന് സമ്മാനിക്കുമ്പോൾ അത് തീർത്തും വ്യത്യസ്തമായ ഒരു അനുഭവമായി മാറുകയായിരുന്നു. ഗുജറാത്ത് ഭൂകമ്പത്തിൽ സകലതും നഷ്ടപ്പെട്ടു പോയ ഒരു ബാലൻ ആലപ്പുഴ ജില്ലയിലെ കുട്ടനാടിലെത്തിച്ചേരുന്നു. മാധവൻ എന്ന സിനിമാ പ്രൊജക്ടറുകാരനുമായി അവൻ ചങ്ങാത്തത്തിലാവുന്നു. അവിടെ നിന്നും തുടങ്ങുന്നു ബ്ലസ്സിയുടെ ജീവിതയാത്ര. ബെന്യാമൻ്റെ നോവൽ ആടുജീവിതം 2009 മലയാളത്തിലെത്തുന്നത്. 2009 ഈ നോവൽ പുറത്തിറങ്ങുമ്പോൾ മലയാളത്തിലെ ബെസ്റ്റ് സെല്ലറായി മാറി. 2005 ബെന്യാമൻ്റെ മനസ്സിലേക്ക് ആടുജീവിതം എന്ന നോവലിൻ്റെ കഥാതന്തു വന്നു വീഴുന്നത്. എല്ലാവരും 100 കണക്കിന് കഥാപാത്രങ്ങളുള്ള നോവൽ എഴുതുമ്പോൾ ഒരു കഥാപാത്രവും ദൈവവും മാത്രമുള്ള ഒരു നോവൽ എഴുതിയാൽ എന്തെന്ന ചിന്ത ബെന്യാമനുണ്ടായി. അതിൽ നിന്നാണ് ആടുജീവിതം ആരംഭിക്കുന്നത്. ചിലരൊക്കെ നിരുത്സാഹപ്പെടുത്തി, ചിലരൊക്കെ പ്രോത്സാഹിപ്പിച്ചു. ഇങ്ങനെ ഒരു കഥയുടെ സാധ്യതയെക്കുറിച്ച് അദ്ദേഹം പലരോടും സംസാരിച്ചു. അങ്ങനെയിരിക്കെ ഒരു ദിവസം പ്രവാസിയായ നജീബ് എന്ന ചെറുപ്പക്കാരൻ ബെന്യാമൻ്റെ മുന്നിലേക്ക് വന്ന് പ്രത്യക്ഷപ്പെട്ടു. ദൈവം നജീബിനെ ബെന്യാമൻ്റെ മുമ്പിൽ കൊണ്ട് നിർത്തി എന്നൊക്കെ പറയുന്നത് ഒരിക്കലും അതിശയോക്തിപരമല്ല. ബെന്യാമൻ്റെ ഇരുട്ട് നിറഞ്ഞ ആ ചിന്താധാരയിലേക്ക് ഒരു വെളിച്ചം വീശുകയായിരുന്നു നജീബ്. എന്നാൽ നജീബിൻ്റെ ജീവിതം മാത്രമാണോ ആടുജീവിതം? അല്ല, തീർച്ചയായും അല്ല എന്ന് തന്നെ പറയാം. ബെന്യാമൻ്റെ ചിന്തകളിൽ ഒരു മെഴുകുതിരി വെട്ടമായി മാറുകയായിരുന്നു നജീബ് എന്ന ചെറുപ്പക്കാരൻ. എത്ര പേരോട് അദ്ദേഹം തൻ്റെ കഥകൾ പറഞ്ഞിട്ടുണ്ടാവും. പലരും അദ്ദേഹത്തോട് സഹതപിച്ചിട്ടുണ്ടാവാം. എന്നാൽ ബെന്യാമൻ ഒരിക്കലും നജീബിനോട് സഹതപിക്കുകയല്ല ചെയ്തത്. നജീബിൻ്റെ ജീവിതം തൻ്റെ നോവലിലേക്ക് പകർത്തുകയാണ് അദ്ദേഹം ചെയ്തത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ദൈവവും മനുഷ്യനും കഥാപാത്രമായുള്ള ആ നോവലിലേക്ക് അതിൻ്റെ ചില ഭാഗങ്ങൾക്ക് കൂടുതൽ മിഴിവേകാൻ നജീബ് ബെന്യാമനിലേക്ക് പ്രവേശിക്കുകയായിരുന്നു. നജീബിനെ തൻ്റെ മുമ്പിൽ കൊണ്ടു നിർത്തിയത് പ്രകൃതിയാണെന്ന് പിൽക്കാലത്ത് ബെന്യാമൻ പറഞ്ഞിട്ടുണ്ട്. 1 വർഷം കൊണ്ട് എഴുതി തീർന്ന ആടുജീവിതം എന്ന നോവൽ ആദ്യമായി അദ്ദേഹം ഒരു മത്സരത്തിന് അയച്ചു. ഒരു പ്രോത്സാഹന സമ്മാനം പോലും ആടുജീവിതം എന്ന നോവലിന് കിട്ടിയില്ല. അങ്ങനെ കിട്ടാതിരുന്നത് തൻ്റെ ഭാഗ്യമാണെന്ന് പിൽക്കാലത്ത് ബെന്യാമൻ പറഞ്ഞിട്ടുണ്ട്. പിന്നീട് കൃഷ്ണദാസിൻ്റെ ഉടമസ്ഥതയിലുണ്ടായിരുന്ന എക്കാലത്തും നല്ല പുസ്തകങ്ങൾ മാത്രം ഇറക്കിയിരുന്ന ഗ്രീൻ ബുക്സാണ് ആടുജീവിതം എന്ന നോവൽ മലയാളികളുടെ കൈകളിലേക്ക് എത്തിക്കുന്നത്. ആടുജീവിതത്തിൻ്റെ പ്രതികൾ 1000 കണക്കിന് കോപ്പി വിറ്റഴിഞ്ഞു. ഒരുപാട് ചെറുപ്പക്കാരിലേക്ക്, സാധാരണക്കാരിലേക്ക്, പണ്ഡിതരായ വായനക്കാരിലേക്ക്, പ്രവാസികളിലേക്കെല്ലാം ആടുജീവിതം പതിയെ കടന്നു ചെന്നു. ലക്ഷക്കണക്കിന് കോപ്പികളാണ് ആടുജീവിതത്തിൻ്റേതായി വിറ്റുപോയിട്ടുള്ളത്. അങ്ങനെയിരിക്കെ ഒരു ദിവസം രാവിലെ
പ്രശസ്ത സംവിധായകനായ ലാൽ ജോസ് ബെന്യാമിനെ ഫോണിൽ വിളിക്കുന്നു. താൻ ആടുജീവിതം വായിച്ചുവെന്നും തനിക്കത് സിനിമയാക്കിയാൽ കൊള്ളാമെന്നും ലാൽ ജോസ് പറഞ്ഞു. ലാൽ ജോസിൻ്റെ എല്ലാ സിനിമകളും ബെന്യാമിൻ കണ്ടിട്ടുണ്ടായിരുന്നു അതിനു മുമ്പ്. ലാൽ ജോസിനെ പോലൊരു സംവിധായകൻ്റെ കയ്യിൽ ആടുജീവിതം എന്ന നോവൽ കിട്ടിയാൽ അത് രസകരമായി അദ്ദേഹത്തിന് ദൃശ്യവൽക്കരിക്കാൻ കഴിയുമെന്ന് ബെന്യാമിൻ വിശ്വസിച്ചു. ലാൽ ജോസിനോട് അദ്ദേഹം ഓക്കെ പറഞ്ഞു. പക്ഷേ തികച്ചും നിർഭാഗ്യകരമായി അറബിക്കഥ എന്ന സിനിമ വന്നതുകൊണ്ട് ലാൽ ജോസിന് ഈ സിനിമ ചെയ്യാനായില്ല. അറബിക്കഥയ്ക്ക് ശേഷം സമാനമായ ഒരു അറബിക്കഥ തന്നെ വീണ്ടും സിനിമയാക്കുന്നതിലുള്ള അനൗചിത്യം മനസ്സിലാക്കി ലാൽ ജോസ് ഈ ചിത്രത്തിൽ നിന്നും പിന്മാറി. ഇനിയാണ് രസകരമായ ഒരു കഥ ജനിക്കുന്നത്. പത്തനംതിട്ടയിലെ തിരുവല്ല സ്വദേശിയാണ് ബ്ലസി. അക്കാലത്ത് അദ്ദേഹം വീട്ടിൽ ക്യാമ്പ് ചെയ്യാറുണ്ടായിരുന്നില്ല. പകരം തിരുവല്ലയിലെ PW റെസ്റ്റ് ഹൗസിലായിരുന്നു അദ്ദേഹത്തിൻ്റെ ക്യാമ്പ്. ഇവിടെ ഇരുത്തെ ഹരിതാഭമായ അന്തരീക്ഷത്തിലിരുന്ന് സ്വസ്ഥമായി തിരക്കഥകൾ എഴുതും. തിരക്കഥ എഴുതുന്ന സമയത്തൊരു പത്രം പോലും ബ്ലസി വായിക്കുകയില്ല. പുസ്തകം തീരെ വായിക്കുകയില്ല. തിരക്കഥയിൽ നിന്നും തൻ്റെ ഫോക്കസ് മാറരുതെന്ന കർശനമായ നിലപാടായിരുന്നു കാരണം. ഒരു ദിവസം രാവിലെ തിരുവല്ലയിലെ റെസ്റ്റ് ഹൗസിൽ ബ്ലസിയുടെ അടുത്ത സുഹൃത്തും പത്രപ്രവർത്തകനും നോവലിസ്റ്റുമായ രവിവർമ്മ തമ്പുരാൻ അദ്ദേഹത്തെ കാണാനെത്തി. രവിവർമ്മ തമ്പുരാൻ്റെ ഒരു നോവലിന് അവതാരിക എഴുതണം എന്നതാണ് ആവശ്യം. അവർ തമ്മിലുള്ള സംഭാഷണം സാഹിത്യവും സിനിമയും തമ്മിലുള്ള പാരസ്പര്യത്തിലേക്ക് കടന്നു വന്നു. സേതുമാധവനും പത്മരാജനുമൊക്കെ ഒരുപാട് സാഹിത്യകൃതികൾ സിനിമയാക്കിയവരാണ്. എന്നാൽ നിർഭാഗ്യവശാൽ ഇന്നൊരു സാഹിത്യകൃതിയും സിനിമയാക്കുന്നില്ല. ഇതിനെക്കുറിച്ചുള്ള ചർച്ച മുറുകി വരുമ്പോൾ രവിവർമ്മ തമ്പുരാൻ ബ്ലസിയോട് ചോദിച്ചു, ബെന്യാമിൻ്റെ ആടുജീവിതം എന്ന നോവൽ താങ്കൾ വായിച്ചിട്ടുണ്ടോ എന്ന്. ബ്ലസി ആ നോവൽ വായിച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ആടുജീവിതത്തെക്കുറിച്ച് ഒരുപാട് കേട്ടിട്ടുണ്ടായിരുന്നു. ആടുജീവിതം താൻ വായിച്ചിട്ടില്ലെന്നും കൽക്കട്ട ന്യൂസ് എന്ന ഈ സിനിമയുടെ തിരക്കഥ എഴുതി കഴിഞ്ഞാൽ ഉടൻ വായിക്കാമെന്നും രവിവർമ്മ തമ്പുരാൻ അദ്ദേഹം ഉറപ്പ് കൊടുത്തു. രവിവർമ്മ തമ്പുരാൻ കോട്ടയത്തെ മലയാള മനോരമയിലാണ് ജോലി ചെയ്യുന്നത്. അദ്ദേഹം അവിടെ ചെന്ന ശേഷം ആടുജീവിതത്തിൻ്റെ ഒരു കോപ്പി വാങ്ങി ബ്ലസിക്ക് തിരുവല്ലയിലെ റെസ്റ്റ് ഹൗസിലേക്ക് അയച്ചു കൊടുത്തു. ബ്ലസി സന്തോഷപൂർവ്വം അത് വാങ്ങിവെച്ചു. കാരണം കൽക്കട്ട ന്യൂസിൻ്റെ തിരക്കഥ എഴുതി കഴിഞ്ഞാൽ ഉടൻ ആടുജീവിതം വായിക്കണം. പിന്നെ വൈകിയില്ല. ആ തിരക്കഥ പൂർത്തിയായ അതേ ദിവസം തന്നെ ആടുജീവിതം വായിച്ചു തുടങ്ങി. ഏതാനും പേജുകൾ കഴിയുന്നത് മുതൽ ബ്ലസിയുടെ മനസ്സിൽ വല്ലാത്തൊരു ചലനം അനുഭവപ്പെട്ടു. തനിക്ക് ഈ നോവൽ സിനിമയാക്കണമെന്ന അദമ്യമായ ആഗ്രഹമായി മാറി അദ്ദേഹത്തിൻ്റെ ചിന്തകൾ. നോവൽ വായിക്കുകയായിരുന്നില്ല ബ്ലസി, നോവൽ കാണുകയായിരുന്നു. തീർത്തും ദൃശ്യഭംഗിയിൽ അടിസ്ഥാനമാക്കിയാണ് ആടുജീവിതം എന്ന നോവൽ എഴുതിയിട്ടുള്ളത്. അത് വായിച്ചിട്ടുള്ള എല്ലാവർക്കും ഇക്കാര്യം അറിയാവുന്നതാണ്. നോവലുകളല്ല, അക്ഷരങ്ങളല്ല, ഫ്രെയിമുകളാണ് ബ്ലസിയുടെ മനസ്സിൽ നിറഞ്ഞത്. പിന്നെ വൈകിയില്ല. നോവൽ വായിച്ചു തീർന്ന ഉടൻ അദ്ദേഹം രവിവർമ്മ തമ്പുരാനെ ഫോണിൽ വിളിച്ചു. ബെന്യാമിൻ്റെ നമ്പർ വാങ്ങി. ഇത് തനിക്ക് സിനിമയാക്കിയാൽ കൊള്ളാം എന്ന് ബ്ലസി രവിവർമ്മ തമ്പുരാനോട് പറയുകയാണ്. തമ്പുരാൻ ബ്ലസിയെ പ്രോത്സാഹിപ്പിച്ചു. പിന്നെ വൈകിയില്ല. ബ്ലസി ബെന്യാമിനെ ഫോണിൽ വിളിക്കുന്നു. തനിക്ക് തൻ്റെ ആടുജീവിതം എന്ന നോവൽ സിനിമയാക്കിയാൽ നന്നായിരിക്കും എന്ന ആഗ്രഹമുണ്ടെന്ന് ബ്ലസി പറയുമ്പോൾ ബെന്യാമിന് വല്ലാത്ത സന്തോഷം തോന്നി. കാരണം ലാൽ ജോസ് ഈ പ്രോജക്റ്റ് ഉപേക്ഷിച്ച കാര്യം അദ്ദേഹത്തിന് അറിയാം. അറബിക്കറ എന്ന സിനിമയ്ക്ക് ശേഷം വീണ്ടും ഒരു അറബി കഥ, ഒരു അറബി അടിസ്ഥാനമാക്കിയുള്ള സിനിമ വേണ്ടെന്ന് ലാൽ ജോസ് തീരുമാനിച്ചിരുന്നു. ഇത് ചെയ്യാൻ, ആടുജീവിതം ദൃശ്യവൽക്കരിക്കാൻ ഏറ്റവും അനുയോജ്യൻ ബ്ലസി തന്നെയാണ്. ബ്ലസിയുടെ ഒട്ടുമുക്കാൽ സിനിമകളും ബെന്യാമിൻ അതിനു മുമ്പ് കണ്ടിട്ടുണ്ട്. ബ്ലസിയുടെ സിനിമയ്ക്ക് ഒരു പ്രത്യേക ഭാഷയുണ്ടെന്ന് ബെന്യാമിൻ അറിയാം. ബ്ലസിയുടെ സിനിമയ്ക്ക് സാമൂഹിക പ്രതിബദ്ധതയുണ്ടെന്നും ബെന്യാമിൻ അറിയാം. അതുകൊണ്ട് തന്നെ ബ്ലസിയുടെ ആവശ്യം അദ്ദേഹം സസന്തോഷം അനുവദിച്ചു, അല്ലെങ്കിൽ അംഗീകരിക്കുകയുണ്ടായി. അക്കാലത്ത് ബഹ്റിനിൽ ജോലി ചെയ്തിരുന്ന ബെന്യാമിൻ നാട്ടിൽ മടങ്ങിയെത്തിയ ഉടനെ തന്നെ ബ്ലസി അദ്ദേഹത്തിന് അഡ്വാൻസ് കൊടുത്തു. അപ്പോൾ ഈ ചിത്രം ആര് നിർമ്മിക്കുമെന്നോ നജീബ് എന്ന കഥാപാത്രത്തെ ആരവതരിപ്പിക്കുമെന്നോ ബ്ലസിക്ക് ഒരു രൂപവും ഉണ്ടായിരുന്നില്ല. ഇവിടെയാണ് ബ്ലസിയുടെ എല്ലാ സിനിമകളുടെയും ഒരു പ്രത്യേകത. അതായത് അത് ദൈവവും സംവിധായകനും തമ്മിലുള്ളൊരു കരാറാണ്. എല്ലാം ഒടുവിൽ നന്നാക്കി കൊടുക്കും എന്ന കാര്യത്തിൽ ബ്ലസിക്ക് ഉത്തമ വിശ്വാസം ഉണ്ടായിരുന്നു. ഇതിനിടയിൽ ബ്ലസി ആടുജീവിതം ചെയ്യുകയാണെന്ന വാർത്ത പുറത്തു വന്നു. പല നടീനടന്മാരും, പ്രശസ്തരായ നടീനടന്മാരുൾപ്പെടെ ബ്ലസിയെ വിളിച്ചിട്ട് ഈ കഥാപാത്രത്തിനെ തങ്ങൾക്ക് അവതരിപ്പിച്ചാൽ നന്നായിരിക്കും എന്ന് അദ്ദേഹത്തോട് പറഞ്ഞു. എന്നാൽ അപ്പോഴൊന്നും ബ്ലസി ആരോടും കമ്മിറ്റ് ചെയ്തിരുന്നില്ല. കാരണം നജീബ് എന്ന ചെറുപ്പക്കാരൻ്റെ ട്രാൻസ്ഫോർമേഷനായിരുന്നു ബ്ലസിയുടെ മുന്നിലെ വെല്ലുവിളി. ഇതിനിടയിൽ യഥാർത്ഥ നജീബിന് ബ്ലസി നേരിട്ട് കണ്ടു. അദ്ദേഹത്തോട് ഒരുപാട് നേരം സംസാരിച്ചു. നജീബിനൊന്നും പറയാനുണ്ടായിരുന്നില്ല. താൻ പൊട്ടിക്കരയുകയായിരുന്നു എന്ന് മാത്രമാണ് നജീബ് ബ്ലസിയോട് പറഞ്ഞത്.
യഥാർത്ഥത്തിൽ നജീബ് മരുഭൂമിയിൽ പെട്ടുപോയി. ഇനി താൻ തന്നെ മരുഭൂമിയിൽ പെട്ടുപോയാലോ? ബ്ലസ്സി അങ്ങനെയാണ് ചിന്തിച്ചത്. നജീബിൽ നിന്ന് തന്നിലേക്കുള്ള ദൂരമാണ് ബ്ലസ്സി അളന്നുകൊണ്ടിരുന്നത്. അതും ഭാഗ്യവശാൽ സംഭവിച്ചു. ബ്ലസ്സിയും മരുഭൂമിയിൽ ഏതാണ്ട് 2-2.5 മാസം ഒറ്റപ്പെട്ടു പോയി. ഒരു തരം ക്വാറന്റൈൻ. അവിടെ ആ മരുഭൂമിയിൽ കിടന്ന് യഥാർത്ഥ നജീബ് അനുഭവിച്ചതുപോലുള്ള എല്ലാ യാതനകളും ബ്ലസ്സിയും അനുഭവിച്ചു. ഇതാണ് ഒരു സംവിധായകൻ, തിരക്കഥാകൃത്തായ സംവിധായകൻ, അല്ലെങ്കിൽ സംവിധായകൻ തിരക്കഥയിലേക്ക് വഴി മാറുമ്പോൾ ഉണ്ടാകുന്ന ആ ബ്ലസ്സിങ്. അതിൻ്റെ യാതനകൾ വിവരണാതീതമാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. 2009 ബ്ലസ്സി ഈ നോവലിലേക്ക് ലാൻഡ് ചെയ്യുന്നത്. 2009 മുതലുള്ള 10-14 കൊല്ലങ്ങൾ ബ്ലസ്സി അനുഭവിച്ചതുപോലുള്ള ത്യാഗം മറ്റാരും അനുഭവിച്ചിട്ടില്ല. ചില ആളുകൾ ബെന്യാമിനോട് ഇക്കാലത്ത് ചോദിക്കുകയുണ്ടായി, എന്തുകൊണ്ട് ബെന്യാമിന് ഇതിൻ്റെ തിരക്കഥ എഴുതിക്കൂടാ എന്ന്. ബാസ്ക്കറ്റ്ബോൾ കളിക്കുന്ന തനിക്ക് വോളിബോൾ എങ്ങനെയാണ് കളിക്കാനാവുക എന്ന മറു ചോദ്യമാണ് ബെന്യാമിൻ അവരോട് ചോദിച്ചത്. തനിക്ക് നോവലിൽ നിന്ന് ഒരിക്കലും പുറത്തു കിടക്കാൻ കഴിയില്ല, കാരണം താൻ അത്രമാത്രം ത്യാഗദർഭരമായി എഴുതിയ നോവലാണ് ആടുജീവിതം. തനിക്കൊരിക്കലും ആടുജീവിതത്തിന് തിരക്കഥ എഴുതാൻ കഴിയുകയില്ല എന്ന ഉറച്ച വിശ്വാസം ബെന്യാമിനുണ്ടായിരുന്നു. അത് അദ്ദേഹം പലവട്ടം ബ്ലസ്സിയോട് തുറന്നു പറഞ്ഞിട്ടുമുണ്ട്. പക്ഷേ ബ്ലസ്സിയും ബെന്യാമിനും തമ്മിൽ ഈ കഥയെക്കുറിച്ച് ഒരുപാട് ഡിസ്കഷൻ നടന്നു, ഒരുപാട് സംവാദങ്ങൾ നടന്നു. ബ്ലസ്സി 100 കണക്കിന് ആളുകളോട് ഇതിൻ്റെ വിവിധ കാര്യങ്ങളെക്കുറിച്ച് അന്വേഷിച്ചു. ആദ്യം ഈ ചിത്രം മരുഭൂമിയിൽ ഷൂട്ട് ചെയ്യുക, അതായത് വിദേശത്ത് ഗൾഫിൽ ഷൂട്ട് ചെയ്യുകയായിരുന്നില്ല ഉദ്ദേശം. രാജസ്ഥാനിലായിരുന്നു ആദ്യത്തെ ലൊക്കേഷൻ. പിന്നീട് ബ്ലസ്സി അതിൽ നിന്ന് മാറുകയായിരുന്നു. അതെല്ലാം ബ്ലസ്സിക്ക് ഈ ചിത്രത്തിന് 100% പെർഫെക്ഷൻ വേണമെന്ന ഒരു വാശി തന്നെ ഉണ്ടായിരുന്നു എന്നതാണ് കാരണം. ഓരോ തവണയും ഓരോ വിവരവും ബെന്യാമിനുമായി ബ്ലസ്സി പങ്കുവച്ചിരുന്നു. അപ്പോഴെല്ലാം ബ്ലസ്സിയുടെ തീരുമാനങ്ങൾക്കൊത്താണ് ബെന്യാമിൻ നിന്നത്. ബ്ലസ്സി എടുക്കുന്ന തീരുമാനം തീർത്തും ശരിയായിരിക്കും എന്ന കാര്യത്തിനും ബെന്യാമിന് ഉറച്ച വിശ്വാസം ഉണ്ടായിരുന്നു. സത്യത്തിൽ ബ്ലസ്സിയുടെ കഠിനാധ്വാനമാണ് ആടുജീവിതം എന്ന സിനിമ. സിനിമയുടെ ഓരോ ഘട്ടങ്ങളിലും അതിൻ്റെ അടുത്ത് നിന്ന് കാണാൻ ബെന്യാമിന് കഴിഞ്ഞിട്ടുണ്ട്. ജോർദാനിലും മറ്റും ഷൂട്ടിംഗ് നടക്കുമ്പോൾ ബെന്യാമിൻ വേണമെന്ന കാര്യത്തിൽ ബ്ലസ്സിക്ക് വാശിയുണ്ടായിരുന്നു. എഴുതി പക്കയാക്കിയ തിരക്കഥയിൽ വീണ്ടും മാറ്റങ്ങൾ വരുത്തുന്നത് ബ്ലസ്സിയുടെ ശീലമായിരുന്നു. ഷൂട്ടിങ്ങിന് തൊട്ട് മുമ്പ് പോലും അദ്ദേഹം ചില ഭാഗങ്ങൾ മാറ്റിയിട്ടുണ്ട്, ചില സന്ദർഭങ്ങൾ മാറ്റിയിട്ടുണ്ട്, ചിലത് ഉടച്ചെഴുതിയിട്ടുണ്ട് അദ്ദേഹം. അപ്പോഴെല്ലാം ബെന്യാമിൻ അടുത്ത് നിർത്തി ഇത് മതിയോ എന്ന് ബ്ലസ്സി ചോദിക്കും. കൃതഹസ്ഥനായ ഒരു തിരക്കഥാകൃത്ത് ഒരു തിരക്കഥയും എഴുതിയിട്ടില്ലാത്ത തന്നോട് ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് ചോദിക്കുന്നത് എന്തിനാണെന്ന് ബെന്യാമിൻ പിന്നീടൊരിക്കൽ ബ്ലസ്സിയോട് ചോദിക്കുകയുണ്ടായി. പക്ഷെ അപ്പോഴെല്ലാം ബ്ലസ്സി പറഞ്ഞത്, നിങ്ങൾ എൻ്റെ അടുത്ത് നിൽക്കുമ്പോൾ ആ സാമീപ്യം എനിക്ക് കരുത്ത് പകരും എന്നാണ്. വളരെ ശക്തനായ ഒരു അമരക്കാരനായിരുന്നു ബ്ലസ്സി. പൃഥ്വിരാജ് എന്ന നടൻ്റെ ആത്മാർപ്പണത്തെക്കുറിച്ച് നമുക്ക് ഏറെ ഒന്നും പറയാനില്ല, കാര്യം ആ ചിത്രം നിങ്ങളെല്ലാം കണ്ടു കഴിഞ്ഞതാണ്. അദ്ദേഹം അനുഭവിച്ചതുപോലുള്ള ത്യാഗങ്ങൾ മറ്റൊരു നടനും ഒരു പക്ഷേ ജീവിതത്തിൽ അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ടാവില്ല. ആടുജീവിതം എന്ന സിനിമയുടെ ചിത്രീകരണം തുടങ്ങുന്നതിന് തലേ ദിവസം ബെന്യാമിൻ എൻ്റെ ക്രൂവിനോട് പറഞ്ഞൊരു വാചകമുണ്ട്, നമുക്കിതാ ദൈവമെല്ലാം പ്രകൃതിയെല്ലാം ഒരുക്കി തന്നിരിക്കുന്നു, ഇനി ഒരു സാധാരണ സിനിമയായിരിക്കുകയില്ല നാം ചെയ്യേണ്ടത്. മലയാള സിനിമയും മലയാള സാഹിത്യവും രേഖപ്പെടുത്തുന്ന വിധത്തിൽ ഒരു സിനിമയായിരിക്കണം ആടുജീവിതമെന്ന്. അതേതായാലും ഇതാ സഫലമായിരിക്കുന്നു. ചിത്രത്തിലെ യഥാർത്ഥ നായകൻ നജീബ് ഈ സിനിമയെ എങ്ങനെയായിരിക്കും കണ്ടിട്ടുണ്ടാവുക? ചിത്രത്തിൻ്റെ ആടുജീവിതം എന്ന നോവൽ വായിച്ചവർ ആടുജീവിതം എന്ന സിനിമ കാണുമ്പോൾ അവരുടെ മനസ്സിൽ എന്തായിരിക്കും സംഭവിച്ചിരിക്കുക? ലാൽ ജോസ് എന്ന സംവിധായകൻ എങ്ങനെയായിരിക്കും ഈ ചിത്രത്തെ മിസ് ചെയ്തിരിക്കുക? ആടുജീവിതത്തിൻ്റെ പ്രാരംഭ കഥകളെക്കുറിച്ച് കേട്ടിരുന്ന എല്ലാ പ്രേക്ഷകർക്കും നന്ദി. അടുത്ത ലക്കം കാണുന്നത് വരെ നമസ്കാരം.